പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബദറുദ്ദീൻ പഴന്തോട്ടം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുക്കുംബർ ചെറിയ കുക്കുംബർ കൃഷിയെക്കുറിച്ച്. കാരണം നമ്മളെല്ലാം വലിയ കൃഷിക്കാരൊന്നുമല്ല, സാധാരണ മനുഷ്യരാണ്. കൃഷിയെ പറ്റി ഒരുപാട് അറിയാത്തവരാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. കുറച്ചെങ്കിലും നല്ല ഭക്ഷണം കഴിക്കുക, മായം ചേർക്കാത്ത ഫുഡ് നമ്മൾ കഴിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാമെന്ന് നമ്മൾ ചെയ്യുക. ഇത് കണ്ടോ, കുക്കുംബർ നല്ല വലിപ്പമായിട്ടുണ്ട്. വളർച്ചയായിട്ടില്ല. ഇതിനകത്തൊരു 3-4 ഞങ്ങൾ പറിച്ചതാണ്. ഇത് കണ്ടോ, നല്ല നീളമുണ്ട്. വലിപ്പമാവുന്നേ ഉള്ളൂ. കാരണം വളർച്ചയായിട്ടില്ല പൂർണ്ണമായിട്ട്. ഒരു 3-4 ദിവസം, ഒരാഴ്ചയോടെ എടുക്കുമായിരിക്കും. അപ്പോൾ ഇത് ഒരു രീതിയിലുള്ള ജൈവ കീടനാശിനി ഒന്നും അടിക്കേണ്ട ഇതുവരെ വന്നിട്ടില്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതിൽ ചെറിയതായിട്ട് കേടുപാടുകളൊക്കെ ഉണ്ടായെങ്കിലും ഇതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യുക. പറ്റില്ല, നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മടി കാണിക്കരുത്. ഇതിനകത്ത് നമ്മൾ പറിച്ച് തിന്നുമ്പോൾ നമുക്ക് മനസ്സിന് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ സ്വന്തം പറമ്പിൽ നമ്മളായി കൃഷി ചെയ്ത് നമ്മളായിട്ട് എടുത്ത് കഴിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇത് നട്ടപ്പോൾ കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും കുമ്മായവും ഒക്കെ മിക്സ് ചെയ്താണ് നട്ടത്. അതിന് പൂവിടാൻ തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ ചാണാൻ മിശ്രിതം, അതായത് ചാണകത്തിൽ വേപ്പിൻ പിണ്ണാക്കും കൊപ്രയും മിക്സ് ചെയ്ത് 4 ദിവസം വച്ച് അതിനുശേഷം അതിനകത്ത് 1 ലിറ്റർ വെള്ളം എടുത്ത് 10 ലിറ്റർ വെള്ളം ചേർത്ത് അതിൽ മിക്സ് ചെയ്തിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഡെയിലി നനയ്ക്കും. പക്ഷേ ഇങ്ങനെ വളപ്രയോഗം ഒരു 5-6 ദിവസം കൂടുമ്പോൾ ചെറുതായിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നല്ല ഗ്രോത്തിൽ സാധനം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് ആവില്ല എന്ന് വിചാരിച്ച് ചെറിയൊരു പേരയില സപ്പോർട്ട് കൊടുത്തിരുന്നു. ആ പേര ഫുള്ള് കവർ ചെയ്ത് ഇങ്ങനെ വളർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യായമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പറമ്പിൽ ഇതുണ്ട് വെള്ളരി ഇതുപോലെ തന്നെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. വെള്ളരിക്കും ഇതുപോലെ തന്നെ നട്ടത് ചാണകത്തിൻ്റെ വളം ആണ് നൽകിയത്. നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. അടുത്തത് ഇതും തന്നെ വെള്ളരിയാണ്. ഇതിനകത്ത് പൂവിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. കായ പിടിച്ചു വന്നേ ഉള്ളൂ. ഇതിൽ ചെറിയ പുഴുശല്യം കയറിയായിരുന്നു. പിന്നെ മരുന്നടിച്ചിട്ടുണ്ട്. നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ അടിച്ച്. ഇത് കുരുമുളക്. നമ്മളിങ്ങനെ നമ്മുടെ പറമ്പിൽ നമുക്ക് സൗകര്യമുള്ളിടത്തിൽ ഒരു ബക്കറ്റിൽ 2 മുളകോ അങ്ങനെയൊക്കെ, മുളകൊക്കെ ശരിക്കും മുളകുണ്ടാവും. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന നമ്മൾ മാക്സിമം ചെയ്ത് അത് പറ്റില്ല എന്നും ആരും പറയരുത്. കാരണം നാരങ്ങ, നമ്മുടെ നാട്ടിൽ നാരങ്ങ ഉണ്ടാവുന്നുള്ള തെരുവാണ്. ഇത് ശരിക്കും ആയിട്ടില്ല, വച്ച് കുറച്ചായിട്ടുള്ളൂ. നല്ലൊരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ശ്രമിച്ചാൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത്. അപ്പോൾ നമ്മൾ മാക്സിമം ഇത് ശ്രമിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക.